അതിൽ അതുപോലെ തന്നെ ചെൽസിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ റെഡ് കാർഡ്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞ അവസാനത്തെ 9 കളികളിൽ 6 റെഡ് കാർഡാണ് സദ്യയിൽ ചെൽസി വാങ്ങിയിട്ടുള്ളത്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? റെഡ് കാർഡ് ആക്ച്വലി ആദ്യം റെഡ് കാർഡ് ഇനീഷ്യലി തുടക്കത്തിൽ ഇവൻ കോച്ച് അടക്കം പറഞ്ഞത് അത് വലിയ കാര്യമാക്കണ്ടെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പിന്നീട് നമ്പേഴ്സ് ഇങ്ങനെ കൂടി പോവുകയാണ്. അത് ഒന്ന് ഇൻഎക്സ്പീരിയൻസ് എന്നുള്ള ഒരു പ്രശ്നമാണ്. അതായത് ചെൽസിയുടെ സ്ക്വാഡ് നമുക്കറിയാം എല്ലാം യങ് പ്ലെയേഴ്സാണ്. യങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആകുമ്പോഴുള്ള ഇഷ്യൂസ് ഉണ്ട്. യങ് പ്ലെയേഴ്സ് അവരെ മെച്യൂരിറ്റിയും ഇതൊക്കെ വരുമ്പോൾ ഒന്ന് ഡിസിപ്ലിനറി ഇഷ്യൂസ് കഴിഞ്ഞ സീസണിലാണെങ്കിലും ഈ പ്രശ്നമുണ്ട്. യെല്ലോ കാർഡ്സ് അക്കുമുലേറ്റ് ചെയ്യുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പോൾ അത് ഒരു പടി കടന്നിട്ട് റെഡ് കാർഡിലേക്ക് മാറിയിട്ടുണ്ട്. അതും കുറേയൊക്കെ അൺനെസറി ആയിട്ടുള്ള കാർഡുകളാണ്. അപ്പോൾ അത് ആക്ച്വലി കോച്ച് എടുക്കേണ്ട കോച്ചിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കോച്ചിൻ്റെ ഭാഗത്തുള്ള ഇഷ്യൂസും കൂടിയുണ്ട്. കോച്ച് ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം. ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത് ലൈക്ക് ഡിസിപ്ലിനറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്ലെയേഴ്സിനെതിരെ ആക്ഷൻസ് എടുക്കണവരെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അവരെ 1-2 കളിയിൽ നിന്ന് മാറ്റി സ്ക്വാഡിൽ നിന്ന് മാറ്റി നിർത്തും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടതാണ്.